അതിശയിപ്പിക്കുന്ന ആവേ മരിയ ആൻഡ് സെന്റ് അൽഫോൻസ ഫാമിലിയുണ്ട്. ഈ വർഷവും പുതിയൊരാശയം കൊണ്ട് അവർ നമ്മളെ എന്റർടൈൻ ചെയ്യാൻ എത്തുന്നു. നമ്മെ ഏറെ ചിന്തിപ്പിക്കുകയും വികാരം കൊള്ളിക്കുകയും ചെയ്യുന്ന അത്യുഗ്രൻ പ്രകടനങ്ങളുമായി പുതിയ രൂപത്തിലും ഭാവത്തിലും ഒരു ഗ്രാമത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിൽ എത്തുന്നു ആവേ മരിയ ആൻഡ് സെന്റ് അൽഫോൻസ ഫാമിലിയുടെ. നമ്മളിങ്ങ് അയർലൻഡിലൊക്കെ ആണെങ്കിലും ഇടയ്ക്കെപ്പോഴും മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് നാടൊക്കെ ചുറ്റിക്കൊണ്ട് വരാറില്ലേ നമ്മൾ? സ്വന്തം വീടിൻ്റെ ഉമ്മറത്തൂടെ, ആ റോട്ടിലൂടെ, കവലയിലൂടെ ഒന്ന് നടന്നിട്ട് വരണം ഇടയ്ക്കൊക്കെ. ചുമ്മാ ഒരു രസം. ദേ, നമുക്കിപ്പോൾ ഒന്ന് പോയിട്ട് വന്നാലോ? നാട്ടിലെ ഒരു മനോഹരമായ സ്ഥലം കാണാൻ. Ave Marians and Saint Alfonsa team invite you to join them to have a bird's eye view on തേനിമല. എങ്ങനെയാണെന്നല്ലേ? ആ ഫോണിൽ ഗൂഗിൾ എർത്തിലൊന്ന് പോയി എടുത്തോ. ഇനി തേനിമല എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. പിയോ തേനിക്കടവ്. ആ, കിട്ടിയില്ലേ? വാ, പോയിട്ട് വരാം. ഇതാണ് തേനിമല. പുഴകളും കൊച്ചരുവികളും തുള്ളിച്ചി പശുക്കൾ മേയുന്ന പുൽമേടുകളും ഒക്കെയുള്ള പ്രകൃതിയുടെ നൈർമല്യം പേറുന്ന നാടും നിഷ്കളങ്കരായ നാട്ടുകാരും. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ അവരെ കാക്കാൻ എന്നോണം തേനിമല ചുറ്റിനും തലയുയർത്തി നിന്നു. അരയ്ക്ക് ചുറ്റും വെള്ളിയരഞ്ഞാണം പോലെ തേനിമലയെ ചുറ്റി ചില്ലി ചിതറിയൊഴുകി തേനിപ്പുഴ. പുഴയ്ക്കക്കരെ കടത്തു കടന്നു പോയാണ് തേനിമലയിലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. തങ്ങളെ കാക്കുന്ന അന്നം തരുന്ന പുഴയെയും മലയെയും അവർ പൊന്നുപോലെ കാത്തു. പതിവ് പോലെ ശാന്തമായൊരു പ്രഭാതം. തേനിമല ഉണരുന്നതിന് മുമ്പേ കവലയിൽ ചന്ദ്രപ്പൻ നായരുടെ ചായക്കട ഉണരും. കുളിരുള്ള ഇളം കാറ്റ് അടിച്ചു പതപ്പിച്ച ചായയുടെ മണം അങ്ങനെ ഒഴുകി പരന്നു. ചന്ദ്രപ്പൻ നായരുടെ ചായയായിരുന്നു അന്നാട്ടുകാരുടെ ഒരേയൊരു ലഹരി. എന്താ ഒരു മഴ! ഇതിപ്പോ 2 ദിവസമായിട്ട് പിടിച്ച പിടിയാലും ഒരു പെയ്ത്ത് ആണെന്റെ ചന്ദ്ര. ഇതിപ്പോ പത്രത്തിലൊക്കെ അത് തന്നെ ഉള്ളൂ. കരണ്ട് കെട്ടും മരം വീഴലും ഒക്കെ തന്നെ. ആ ബാബാല ബാബാല് അതെന്ത് വർത്താനാ മാഷേ? കാലത്തെ നല്ല മൂടിയാണല്ലോ. കാര്യം നിങ്ങൾ വലിയ മാഷൊക്കെ തന്നെ, പക്ഷെ സാഹിത്യപരമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ അത്ര പോലെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ ചന്ദ്രേട്ടാ? പഠിക്കാൻ വിട്ട കാലത്തെ എന്റെ തെങ്ങേലും മാവേലും കയറി നടന്ന നീയാ പറയണേ. ടീച്ചറിന്റെ ബോർഡ് വരെ അത്രയും വായിച്ചു കൊടുക്കണം. ഈ പുഴയിൽ മണൽ വരാൻ ഞാൻ ഇനി PhD എടുത്തിട്ട് വരാം. അതെ അതെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സാൻഡുവാരൽ. അല്ല പിന്നെ ഒന്ന് പോണം. ഞാൻ ആ ചായ അട്ടൻ മതി കേട്ടോ. ഇനിയും കേട്ടോ മാഷേ, എന്റെ പ്രേമിച്ച് നടന്ന കാലത്തെ ഇവരുടെ കെട്ടിയൊക്കെ ഒരു കത്ത് കൊടുത്തേല് വളരെ മൂക്കത്തിക്കും
വാളയും മത്തിയും വേണമെന്ന് എഴുതിയവനാ. അവളെ തന്നെ സീരിയസ് ആയിട്ട് എടുത്തു. ഇപ്പൊ വരും. അയ്യോ ഓർമ്മിക്കല്ലേ എന്റെ പൊന്നേ. എന്താണ് ചന്ദ്ര, എനിക്കും കട്ടനേ ഉള്ളോ? ഇതിലെ പശുക്കളൊക്കെ ഉണ്ട്, എനിക്ക് വരണ്ടിന്റെ മാഷേ. അതുകൊണ്ട് ആളെത്തണ്ടേ? എന്തൊരു മയ്യാണ് എന്റെ റബ്ബേ. എന്തരപ്പാ പാല് ഇപ്പോഴാണ് അവിടെ പോയ പാലുമായിട്ട് വരുന്നേ. ഞാൻ കട്ടനാ കുടിക്കുന്നേ. നിങ്ങൾ എന്ത് വർത്താനം മാഷ പറയണേ? തോടൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകല്ലേ. ഓ അല്ലെങ്കിൽ നിങ്ങളങ്ങ് വലത്തും. നാട്ടിലെ പെണ്ണുങ്ങളെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞെങ്കിൽ വരണ്ടേ? ഓ ഞാനെന്റെ സീതമ്മയുടെ വിശേഷം ഇടയ്ക്ക് തിരക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വേണ്ട മേടിക്കേ. അതുപോലെ സീതമ്മയെ കണ്ടിരുന്നു. ഹലോ മിസ്റ്റർ ചന്ദ്രപ്പൻ, മുട്ടുണ്ടോ? ഉണ്ട് മക്കളെ. എന്നിട്ട് കോഴിയുണ്ടോ? കുഴിയുണ്ട്. ആ എന്നാ ഇച്ചിരി കൂട്ടെടുത്താ കോഴി കിട്ടുള്ളൂ. നിങ്ങൾ എന്താണ് ബാലേട്ടാ ഇതുവരെ ബാലൻ ഇറങ്ങിയില്ലേ? നിങ്ങൾ കാലത്തെ പുഴയിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വൈകിയത്. ദേ നല്ല മീനൊക്കെ പെൺപിള്ളേരെ കൊണ്ടുപോയി. ആ കൊച്ചു പോ. ഞാനൊന്ന് ഇറങ്ങി കയറിയതാടി. ചന്ദ്രട്ടാ ഞാൻ പോണു. മറ്റിൽ എഴുതിയോ കേട്ടോ. സീതമ്മോ എന്തൊക്കെ ഉണ്ട്? സുഖല്ലേ? കോയക്ക വിശേഷം നിങ്ങൾക്ക് അറിയണോ? നമ്മള് പോണു ചന്ദ്രപ്പാ. ഉണ്ണിമോളുടെ കൂട്ടുകാരൊക്കെ എത്തിയില്ലോ. അത് കലക്കി. എന്നാ ചന്ദ്ര ഞാനും ഇറങ്ങുവാ. പെൻഷൻ വാങ്ങാനൊന്ന് പോണം. വാ കുട്ടികളെ, കടത്ത് വരാനായി. വാ വരും. മീനെന്നാടി സീതമ്മേ? നല്ല കിളിമീനുണ്ട് ചന്ദ്രേട്ടാ, എടുക്കട്ടെ? ആ എടുക്ക്, ഊണിനെ ഓർത്ത് വയ്ക്കാം. ഹലോ, ഞാനിന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒന്നും പറഞ്ഞില്ല. എന്താ മോട്ടത്ര കേരോ? നമുക്കൊന്നിച്ച് പോവാന്നേ, കിടത്ത് നോന്നോട്ടെ. ഹലോ, പറഞ്ഞിട്ട് പോ. ഞാൻ പറഞ്ഞ മതിയോടെ ചെക്ക. 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണേ. ഒരു ചൂണ്ടയിടയില് നിർത്തിക്കോ. അലക്കി തേച്ച് ഉടുപ്പേര് ചെളി പറ്റേ. നിങ്ങൾക്ക് എന്താണ് എല്ലാവരും ഇപ്പൊ നേരായി ഓടെ ചെക്കടന്ന്. സീതമ്മേ നീ പോ നോക്ക്. ഞാൻ പോണേന്.
ഫ്ലാഷ് ബാക്ക് അല്ല പൊട്ട, ഫ്ലാഷ് മൂപ്പ്. ഓ, നിങ്ങളാണ് തേനിമല കാണാൻ വന്ന പിള്ളേരല്ലേ? വാ ആ ഈ പഴംപൊരിയൊക്കെ കഴിക്കും. ആ അങ്കളെ, ഞങ്ങൾ അയൽജിന്ന് വരുവാ. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ നാടും നാട്ടുകാരൊക്കെ? ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് നിന്നെ. ഈ പെണ്ണുങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ എന്റെ പിള്ളേരെ, ഈ പൊരിഞ്ഞ മഴയത്താണ് നിങ്ങൾ നാട് കാണാൻ വന്നത്. അത് സാരില്ലായിരുന്നു, സൂപ്പർ വൈബല്ലേ. ഞാൻ പോണു ചന്ദ്രേട്ടാ. ആരോ എന്താണ് അവിടെ ഒരു പാട്ടും കൂത്തും? കേട്ടില്ലേ? ഈ പേര് ഏയ്, എന്റെ സിനിമാക്കാര് ഷൂട്ടിങ്ങിന് വന്നപ്പോ അവരുണ്ടാക്കിയ ഒരു മിസൈല് പൊട്ടിച്ചു. അത് തീർത്ത് വന്ന് വേറൊരു മിസൈൽ ബസ് അവിടെ അകത്തുണ്ട്. അതാ ഭയങ്കരനാ. മക്കള് പേടിക്കണ്ടാട്ടോ, കഴിച്ചോ. എന്താണോ നായരെ തനിക്കൊരു കനം? ഞാൻ നേരിട്ട് വന്നാലേ തനിക്ക് കാശ് തരാൻ ഒക്കത്തുള്ളൂ. കാശിട്. എന്റെ മിസൈല് കച്ചവടം ഒന്നും ആയില്ലടാ, മൊത്തം പറ്റുകാരാ. ഇരുമ്പേ എസെടുത്ത് വീശാം. ഇറച്ചിയിലും മണ്ണ് വെച്ചാലേ ഇവരൊക്കെ പഠിക്കും. ഓക്കെ അണ്ണ, അല്ലെങ്കിൽ വിടണ്ണ. അങ്കിളെ, പക്ഷെ തന്ന കുരുണ്ടോ? അതെങ്ങനെ കൊച്ചെറിഞ്ഞ്? എന്താ എന്റെ കക്ഷത്തും കുരുള്ള കാര്യം അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ശരിക്കും കുരു ഉണ്ടോ? ഇരുമ്പേ ശ്രദ്ധിക്ക. ഉണ്ടാതിരീടി. ഒന്ന് പോ ചേട്ടാ, അങ്ങളെ കണ്ട അറിയാലോ അങ്ങളെ ജില്ലയാണ്. നല്ല പോയി ഷുവറായിട്ട് ഡാൻസ് തന്നെ. Could you please dance first? എനിക്കങ്ങനെ കളിച്ചൂടാ. ഞാൻ ഈ നാട്ടിൽ പേരേട്ട കുഞ്ഞാണ്. ഒരു ഡാൻസ് കളിക്കണ്ട പ്ലീസ്. പ്ലീസ് അങ്കിളെ, പ്ലീസ് ഒരു ഒറ്റ തവണ. ഓക്കെ, കളിക്കാം. അതിലമ്മേ അയ്യോ, എന്നാലും ചിലന്തില്ലാതെ കളിക്കാൻ പറ്റില്ല. സോറി അണ്ണ. അണ്ണ ഞങ്ങൾക്ക് കളിക്കണം അണ്ണ. ഞങ്ങൾക്ക് പറ്റിയ സിമ്പിൾ സ്റ്റെപ്പ് ഒന്നിടോ. പെട്ടി പാട്ടി തളരും പെട്ടി കൺട്രോൾ ഡീസന്റ് ഇവിടെ അല്ല, ഗംഭീരം പിടി. സ്റ്റോപ്പ്. എടാ, ഒരു മിനിറ്റേക്ക് മറന്നുപോയില്ല. അണ്ണനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഓർഡർ താൻ കാശ് എടുക്കുന്നുണ്ടില്ല. അണ്ണന് ശൗര്യം കയറി ചീറ്റ പുലിയാണ്. ആർക്കാണ് അത്ര വലിയ ശൗര്യം? എല്ലാ ഇനവും ഉണ്ടല്ലോ. ഇരുമ്പ്, മിന്നൽ പൊന്നൻ, ഉള്ളിസൂര. എന്താടാ ഇരിക്കാൻ അറിയില്ലല്ലേ? ആ പൈസ കാശ് വാങ്ങ മിസൈൽ വിട്ട പോലെ ഒരു പോക്ക് പോയതാ. എന്നെ കണ്ടിട്ടില്ല. റാഗലമിച്ചി, എനിക്ക് കൂട്ടാനും കുറയ്ക്കാനും പറഞ്ഞില്ല. എത്രയാന്ന് നിങ്ങൾ പറഞ്ഞു? അയ്യ, പള്ളക്ക് കത്തി എത്താറിയാലോ. നേരത്തെ എത്രയായി നോക്കി പറയടാ. മൊത്തം 18,000. കേട്ടല്ലോ, ഇനി അതറിയാണ്ട് വേണ്ട. എപ്പ തരും കാശ്? തന്നില്ലെങ്കിലോ? നിന്നെ ഞാൻ ഇന്ന് അതായത്
സുഖാണോ റഹീല്? അനുഭവം ചന്ദ്രേട്ട. അമ്മച്ചി കടത്തു വരാറായി. ഇതെന്താണോ ഈ കടത്തിത്ര വൈകണത്? ആ എന്താ പാലും വൈകിയേ? ഒന്നും പറയട്ടെ ചന്ദ്രേട്ടാ, വെള്ളം കയറി കാണില്ലേ നിങ്ങള്? റേഡിയോ ഒന്ന് വെക്കി. ഇന്നത്തെ ലാസ്റ്റ് കിടത്താട്ടോ. വാ കേരളെല്ലാരും വാ 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 വാ. കേരളത്തിൽ 3 ദിവസത്തോളമായി തുടരുന്ന കാലവർഷത്തേക്ക് ഇനിയും തുടരുമെന്ന റിപ്പോർട്ട്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളായ ചന്ദ്രഗിരി, വണ്ണാത്തിമല, തേനിമല എന്നീ ഗ്രാമങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മലയിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള ഈ പ്രദേശങ്ങളിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള സർക്കാരിന്റെ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. വലിയൊരു ദുരന്ത സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും അടിയന്തിരമായി ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. നിങ്ങളുടെ എത്രയും വേഗത്തിലുള്ള പൂർണ്ണ സഹകരണം അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട തേനിമല നിവാസികളെ, വലിയൊരു ദുരന്ത സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ ഗവൺമെന്റ് UP സ്കൂളിന് പിറകുവശത്തായി ഇന്ന് ഉച്ചയോടെ സംഭവിച്ച നടുക്കുന്ന പ്രകൃതി ദുരന്തത്തിന്റെ വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയുടെ കിഴക്കുവശത്തായാണ് ഈ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. കുട്ടികൾ ഉച്ചഭക്ഷണത്തിനുള്ള ഇന്റർവെൽ കഴിഞ്ഞ് ക്ലാസ്സുകളിൽ പ്രവേശിച്ചതിന് ശേഷമായതുകൊണ്ട് മാത്രം വലിയൊരു ദുരന്തമാണ് ഒഴിഞ്ഞുപോയത്. എന്നിരുന്നാലും ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 5 കുട്ടികൾ അപകടത്തിൽപ്പെട്ടുവെന്ന സങ്കടകരമായ വാർത്തയാണ് കേൾക്കുന്നത്. 4 കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും 5ാമത്തെ കുട്ടിക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലുകൾക്കൊടുവിൽ വളരെ നിരാശാജനകമായ റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും മലയിടിച്ചിലിനുള്ള സാധ്യതയുള്ള പ്രദേശമായതിനാൽ തിരച്ചിൽ നിർത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഫയർഫോഴ്സിന്റെ നിർദ്ദേശം നാട്ടുകാർക്കിടയിൽ അതൃപ്തി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ വളരെ വൈകാരികമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ചെളിക്കിടയിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവന് വേണ്ടി പരതുകയാണ് നാടും നാട്ടുകാരും. അവര് ആ ഫയർഫോഴ്സുകാരും പോലീസുകാരൊക്കെ തെരച്ചിൽ നിർത്താൻ പറയുന്നോ? ഇനി എന്ത് ചെയ്യുമെന്നോ? എന്റെ പൊന്നു മോളെ, നിന്നെ ഈ അച്ഛനെ രക്ഷിക്കാൻ കിട്ടിയില്ലല്ലോടി. എനിക്ക് എന്റെ മോളെ കിട്ടണം. ഞാൻ തിരിഞ്ഞോളാം. മോളെ എവിടെയാ നീ? സമ്മതിക്കത്തില്ല അണ്ണാ, അങ്ങോട്ട് അടുക്കാൻ അവര് സമ്മതിക്കത്തില്ല. തെരച്ചില് നിർത്തിയെന്നാ അവര് പറയുന്നേ. ആരാടാ അത് പറഞ്ഞത്? ഈ മണ്ണിനെയും ഇവിടുത്തെ മനുഷ്യനെയും അറിയാത്ത ഒരുത്തരും ഇവിടെ വന്ന ആളാവണ്ട. മിസൈലേ, ഞാനിറങ്ങും. നമ്മളെല്ലാവരും ഉണ്ട്. നിന്റെ കുഞ്ഞിന്ന് നിന്റെ കൂടെ ഉറങ്ങത്തുള്ളൂ. ആരാങ്ങോട്ട് ചങ്കുച്ചുള്ളവർ ഈ റഹലിന്റെ കൂടെ വാ. இது மனித காதல் அல்ல, அதை தாண்டி புனிதமானது.
ജാതി വർണ്ണവെറികളില്ലാതെ തമ്മിൽ കലഹിക്കാതെ വെറും പച്ച മനുഷ്യരായി പരസ്പരം പരിഗണിച്ച് തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിച്ച് ജീവിച്ച ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മയിലേക്ക് ഈ ഒരു കഥ കൂടി